ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ചെയ്യേണ്ട സമയമാണ്. അതായത് 2023-24 സാമ്പത്തിക വർഷത്തെ ITR നമ്മൾ ജൂലൈ 31, 2024 ജൂലൈ 31 മുമ്പായിട്ട് ചെയ്തിരിക്കണം. അപ്പോൾ അതിനുള്ള സമയമാണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ട്. ഡോക്യുമെൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് പാനാണ് നമ്മുടെ യൂസർ നെയിം ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ പാസ്വേഡ് ഉണ്ട്. പാസ്വേഡ് നമ്മൾ ആൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർ നമുക്ക് ഈ ഒരു ലോഗിൻ പേജിൽ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ലോഗിൻ പേജിലാണ് ഇവിടെ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. പിന്നെ നമുക്ക് IT സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ. IT സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് 2023-24 നമ്മൾ ആൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് നമ്മുടെ ഓഫീസിൽ മാർച്ച് 31 മുമ്പായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് വേണം. അത് കൂടാതെ ഫോം 16 DDO നമുക്ക് ഡൗൺലോഡ് ചെയ്ത് തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് കിട്ടാത്തവർ DDOയുടെ പക്കൽ നിന്ന് അത് വാങ്ങുക. ടാക്സ് അടച്ചിട്ടുള്ള ജീവനക്കാരാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് DDO ഡൗൺലോഡ് ചെയ്ത് തന്നിരിക്കും. പിന്നെ വേണ്ടത് 26 AS ആണ്. 26 AS നമുക്ക് നമ്മൾ ഈ ലോഗിനിൽ തന്നെയാണ് എടുക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പം ടാക്സ് പിടിച്ചിട്ടുള്ള ജീവനക്കാർക്ക് 26 AS എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് വേരിയസ് സോഴ്സിൽ ടാക്സ് TDS പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം അത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം. പിന്നുള്ളത് AIS ആണ്. AIS ആണ് ചെയ്യുന്നത്. അത് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് അതിന് ഫുൾ ഫോം എന്ന് പറയുന്നത്. AIS എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ITR നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ITRൻ്റെ ഈ ഒരു ലോഗിൻ പേജിലേക്ക് വരികയാണ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളിവിടെ ITR ഓൺലൈൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജ് കിട്ടും. ഈ ഒരു പേജിൽ ഹോം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡയറക്റ്റ് നമുക്ക് ഈ ഒരു വിൻഡോയിലോട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ടോപ്പിലായിട്ട് incometax.gov.in ആ ഒരു ടൈപ്പ് ചെയ്തെടുക്കുന്നതിനേക്കാളും ബെറ്റർ നിങ്ങൾ ഗൂഗിൾ കയറിയിട്ട് ITR ഓൺലൈൻ എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു വിൻഡോയിലോട്ട് വരാൻ കഴിയും. ഇവിടെ നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് നമുക്കിവിടെ ലോഗിൻ എന്നും കാണാം, രജിസ്റ്റർ എന്നും കാണാം. അപ്പോൾ ലോഗിൻ ആൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ഇനി രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കേസ് നമുക്ക് 2023-24 സാമ്പത്തിക വർഷം ഡിഡക്ഷൻസ്, അതായത് എല്ലാ ഡിഡക്ഷൻസും കഴിഞ്ഞിട്ട് അയാളുടെ ആനുവൽ ഇൻകം, ടാക്സിബിൾ ഇൻകം ഡിഡക്ഷൻസ് എല്ലാം കഴിഞ്ഞ് 2 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 2 ലക്ഷത്തിന് മുകളിലാണെന്നുണ്ടെങ്കിൽ എല്ലാ ജീവനക്കാരും ITR ഫയൽ ചെയ്തിരിക്കണം. അത് ടാക്സ് പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും. അപ്പം എല്ലാ ജീവനക്കാരും ഈ ഒരു ITR ചെയ്തിരിക്കണം. അപ്പോൾ നമുക്കിവിടെ ഞാൻ രജിസ്റ്ററിലേക്ക് പോകുന്നില്ല. നമുക്ക് ലോഗിൻ ചെയ്ത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇവിടെ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നമ്മളൊരു പുതിയൊരു വിൻഡോയിലേക്ക് വരും. ഇവിടെ നമുക്ക് എൻ്റർ യൂസർ ID എന്ന് പറയുന്നുണ്ട്. അവിടെ യൂസർ ID ആയിട്ട് നിങ്ങളുടെ പാൻ കൊടുക്കുക. പാനാണ് നമ്മുടെ യൂസർ ID. അതിനുശേഷം നമുക്കിവിടെ കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ആക്റ്റീവ് ആവും. നമുക്കിവിടെ യൂസർ ID എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ യൂസർ ID ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഇവിടെ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ നമുക്കിവിടെ ഓപ്ഷൻ ഇത് ആക്റ്റീവായി വന്നിട്ടുണ്ട്. ഞാനിവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നമുക്കൊരു പുതിയ പേജിലോട്ട് നമ്മൾ വന്നു. ഇവിടെ ഇതൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ ലോഗിൻ തൊട്ട് നമ്മുടെ പാൻ ഇവിടെ കാണാൻ കഴിയും. തൊട്ട് താഴെയായിട്ട് ഈ ഒരു ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളിവിടെ നിങ്ങളുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ഒരു ചിഹ്നം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള പാസ്വേഡ് നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് കുത്തായിട്ടായിരിക്കും കാണുക. അപ്പം അത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ അവിടെ പാസ്വേഡ് കൊടുത്ത് ഇവിടെ കണ്ടിന്യൂ, അപ്പോഴത്തേക്ക് ഇവിടെ കണ്ടിന്യൂ ബട്ടൺ ഇവിടെ ആക്റ്റീവായിട്ട് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് കണ്ടിന്യൂ പറയാം. ഞാനിവിടെ നിന്ന് പാസ്വേഡ് കൊടുക്കുകയാണ്. ഞാനിവിടെ പാസ്വേഡ് കൊടുത്തു. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. നമ്മളിങ്ങനൊരു വിൻഡോയിലോട്ടായിരിക്കും വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ നേരത്തെ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യണം, നിങ്ങളിവിടെ എഡിറ്റ് ചെയ്യാം. നമുക്കിവിടെ ഫയൽ നൗ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. റിസ്യൂം ഫയൽ എന്നുള്ള ഉദ്ദേശിക്കുന്നത് നേരത്തെ നിങ്ങൾ ചെയ്ത് വെച്ച് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിസ്യൂം ഫയൽ ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്താൽ മതിയാകും. അല്ലെങ്കിൽ ഫയൽ നൗ എന്നുള്ളതാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിവിടെ
26 കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ 26 നമുക്കൊന്ന് കാണേണ്ടതുണ്ട്. അപ്പോൾ അതിന് എടുക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇ ഫയൽ എന്നുള്ള ഓപ്ഷനാണ്. നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ ഇ ഫയൽ ആൻഡ് സബ് മെനു ആയിട്ട് നമുക്ക് ഇ ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ ആൻഡ് സബ് മെനു ആയിട്ട് വ്യൂ 26 അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഡിസ്ക്ലൈമർ ഉണ്ട്. അത് നിങ്ങൾ കൺഫേം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളൊരു പുതിയ വിൻഡോയിലോട്ടായിരിക്കും പോവുക, അതായത് ട്രേസസിൻ്റെ പോർട്ടലിലേക്കായിരിക്കും പോവുക. നമുക്കൊന്ന് കൺഫേം ചെയ്യാം. ട്രേസസിൻ്റെ പോർട്ടലിലെ ഒരു എഗ്രി ഒന്ന് ഇതൊന്ന് ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്കിപ്പോൾ ഈ ഒരു പേജിലേക്ക് നമ്മൾ വന്നു. ഇവിടെ 26 ഫോം 26 ആണ് നമുക്കിവിടെ വ്യൂ ചെയ്യേണ്ടത്. അതിനായിട്ട് ഇവിടെ വ്യൂ നമുക്കിവിടെ തൊട്ട് മുകളിലായിട്ട് വ്യൂ വെരിഫൈ ടാക്സ് റിട്ടേൺ അതിൻ്റെ സബ് മെനു ആയിട്ട് നമുക്കിവിടെ വ്യൂ ഫോം 26 ബാർ ആനുവൽ ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ അതിനകത്ത് ടിക്ക് ചെയ്യുക. നമ്മളിവിടെ ടിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ കിട്ടും. നമ്മൾ എടുക്കേണ്ട ഓപ്ഷൻ വ്യൂ, അതിൻ്റെ സബ് മെനു ആയിട്ട് വ്യൂ ഫോം 26 നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഓപ്ഷനാണ്. നമുക്കിവിടെ അസസ്മെൻറ്റ് ഇയർ സെലക്ട് ചെയ്യണം, വ്യൂ ആസ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. ഇവിടെ നമുക്ക് അസസ്മെൻറ്റ് ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതായത് അസസ്മെൻറ്റ് ഇയർ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ വ്യൂ ആസ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ HTML എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം വ്യൂ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം എക്സ്പെർട്ട് ആസ് PDF ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 26 നമ്മുടെ ഡൗൺലോഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഈ രീതിയിൽ നിങ്ങൾക്ക് ഡൗൺലോഡായിട്ട് വരുന്നതായിരിക്കും. അപ്പം ഈ രീതിയിൽ നിങ്ങളുടെ 26 ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഡിഡക്ഷൻസ് ഒക്കെ, നിങ്ങളുടെ ടോട്ടൽ സാലറി, മറ്റു കാര്യങ്ങളൊക്കെ നമുക്കിതിൽ നിന്ന് കാണാൻ കഴിയും. ഇങ്ങനെയാണ് നമുക്ക് 26 ഡൗൺലോഡ് ചെയ്യാൻ കഴിയുക. നമുക്കിനി വീണ്ടും നമ്മുടെ ഹോം പേജിലേക്ക് വരണം. ഹോം പേജിലേക്ക് വന്നിട്ട് നമ്മളൊരു പുതിയ വിൻഡോയിലോട്ടാണ് നേരത്തെ ട്രേസസിൻ്റെ പോർട്ടലിലേക്ക് പോയത്. അതിന് വീണ്ടും തിരിച്ച് നമ്മൾ മെയിൻ മെനു തിരിച്ച് നമ്മുടെ ഹോം പേജിലേക്ക് വരിക. ഇവിടെ നമുക്കിനി AS കൂടെ നമുക്ക് നോക്കണം. അപ്പോൾ അതിനായിട്ട് നിങ്ങളിവിടെ AS എന്ന് തന്നെ കാണാം. നമ്മൾ 26 ആണ് നോക്കിയത്. ഇനി AS കൂടെ നോക്കണം. ഇപ്പോൾ AS നോക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു പ്രൊസീഡ് ബട്ടൺ വരും. അപ്പോൾ നമ്മളൊരു പുതിയ വിൻഡോയിലോട്ടായിരിക്കും പോവുക. അപ്പോൾ നമുക്ക് ഇവിടെ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യാം. നമ്മളിങ്ങനെ ഒരു വിൻഡോയിലോട്ടായിരിക്കും വരിക. ഇവിടെ നമുക്ക് ഇൻസ്ട്രക്ഷൻസും കാണാം, AS എന്നും കാണാം. ഇവിടെ AIS എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിൽ നിങ്ങൾക്ക് ടാക്സ് പെയർ ഇൻഫർമേഷൻ സമ്മറി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ സെയിം ബാങ്ക് അക്കൗണ്ടിൽ വന്നിട്ടുള്ള ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെ നമുക്കിവിടെ സമ്മറി ആണ്, ഇവിടെ ഒരു തുക വന്നിട്ടുണ്ട്. അപ്പം എന്താണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ആ ഒരു വിൻഡോയുടെ ഡീറ്റെയിൽസ് ആയിട്ട് തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ എഴുതി വരുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ മറ്റുള്ള വരുമാനത്തിൽ നിന്നും പിടിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ TDS വഴി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു AS സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പം 26 AS വന്നിട്ടില്ലാത്ത ഫിഗറുകളൊക്കെ നിങ്ങൾ ആ ഒരു എവിടെയാണ് മിസ്സിങ് വന്നിട്ടുള്ളതെന്നുള്ളത് കറക്റ്റ് ചെയ്തിട്ട് ITR ഫയൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് വീണ്ടും നമ്മുടെ ഹോം പേജിലേക്ക് പോവാം. ഇവിടെ നമുക്ക് നേരത്തെ കണ്ട ഫയൽ നൗ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമ്മളിങ്ങനെ ഒരു വിൻഡോയിലേക്കായിരിക്കും വരിക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഫയലിങ്ങിന് സബ് മെനു ആയിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ, സൈൻ സബ് മെനു ആയിട്ട് ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തും നമുക്ക് ഈ ഒരു പേജിലേക്ക് വരാവുന്നതാണ്. ഈ ഒരു ഇ ഫയൽ എന്നുള്ള ഓപ്ഷൻ സംഭവം അവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഫയലിൻ്റെ സബ് മെനു ആയിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ, അതിൻ്റെ സബ് മെനു ആയിട്ട് ഫയൽ ഇൻകം ടാക്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ അസസ്മെൻറ്റ് ഇയർ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പം നമ്മൾ കറണ്ട് അസസ്മെൻറ്റ് ഇയർ ആണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ 23-24 ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 24-25 എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഓൺലൈൻ റെക്കമെൻഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ആക്റ്റീവ് ആയിട്ട് വരുന്നതാണ്. നമുക്ക് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് റിസ്യൂം ഫയലിംഗ് എന്ന് കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നേരത്തെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ 2024-25 അസസ്മെൻറ്റ് ഇയറിൽ ടാക്സ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടാകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്.
അല്ലെങ്കിൽ സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് എന്നായിരിക്കും ഇവിടെ കാണുക. നിങ്ങൾ സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നേരത്തെ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ റിസീവ് തന്നെ ചെയ്താൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ്. ഞാനിവിടെ സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ഇൻഡിവിജ്വൽ എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ പ്ലീസ് സെലക്ട് സ്റ്റാറ്റസ് ആപ്ലിക്കബിൾ ടു പ്രൊസീഡ് ഫർദർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇൻഡിവിജ്വൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. നിങ്ങളിവിടെ ITR, അതായത് ഇനി അടുത്ത പേജിൽ നമുക്ക് യൂണിറ്റ് ചൂസ് ITR എന്നുള്ള ഓപ്ഷൻ, ഇവിടെ ITR 1 ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ സാലറി ആയതുകൊണ്ട് നമ്മുടെ ITR 1 എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് വിത്ത് ITR എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമ്മളിങ്ങനെ ഒരു വിൻഡോയിലേക്ക് വരും. നമുക്കിനി ഇവിടെ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ ഈ ഒരു പേജിൽ നമുക്ക് അനുയോജ്യമായ ഓപ്ഷൻ നമുക്കിവിടെ ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ 2,00,000 മുകളിലാണെങ്കിൽ വരുമാനമുള്ളവർ ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് സെക്ഷൻ 139(1) പ്രകാരം 2,00,000 കുറവാണ് ഇൻകം എങ്കിലും അയാൾ ഒരു വിദേശയാത്ര നടത്തിയോ അല്ലെന്നുണ്ടെങ്കിൽ വൈദ്യുതി ചെലവിനത്തിൽ നിങ്ങൾ 1,00,000 മുകളിൽ കറണ്ട് ചാർജ് അടച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ 1 കോടിയിൽ മുകളിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഏതാണ് ഇതെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേഴ്സ് സെലക്ട് ചെയ്ത് പോകാം. നമുക്കിപ്പോൾ ഇവിടെ സാലറി മറ്റു കാര്യങ്ങളോ ആയതുകൊണ്ടും 2,00,000 മുകളിൽ നമ്മൾ വരുമാനം ഉള്ളത് കൊണ്ടും നമ്മുടെ ടാക്സിബിൾ ഇൻകം 2,00,000 മുകളിലായതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നമുക്കിങ്ങനെ ഒരു മെസ്സേജ് കാണിക്കും. അത് നിങ്ങൾ ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഈ ഒരു പേജിൽ റിട്ടേൺ സമ്മറി ആയിട്ട് നമുക്ക് ആദ്യം പേഴ്സണൽ ഇൻഫർമേഷൻ സെലക്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് നമ്മുടെ ഇൻകം കറക്റ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ടോട്ടൽ ഡിഡക്ഷൻസ് കറക്റ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ടാക്സ് പെയ്ഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വിവരങ്ങൾ ഇവിടെ ആൾറെഡി വന്നിട്ടുണ്ടാവും. അതല്ല നമ്മൾ ടാക്സ് അടച്ച് സാലറിയിൽ നിന്നല്ല നമ്മൾ നേരിട്ട് അടയ്ക്കും മറ്റു കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ടാക്സ് പെയ്ഡ് ചെയ്യണം. അതല്ലെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു പേജും കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇനി ബാലൻസ് അടയ്ക്കാനുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ടാക്സ് ലയബിലിറ്റി ഇതിനകത്ത് അടയ്ക്കാൻ കഴിയും. അപ്പോൾ അതും ഇതിനകത്ത് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇനി അടുത്തായിട്ട് നോക്കാനുള്ളത്. അതിനുശേഷം നമുക്ക് പ്രൊസീഡ് പറഞ്ഞ് മുന്നോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് പേഴ്സണൽ ഇൻഫർമേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു പേജിൽ നമ്മുടെ പ്രൊഫൈലിലെ കോൺടാക്ട് ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ആദ്യം കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി അപ്ഡേറ്റ് ചെയ്യുക. നമുക്ക് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യാം. മറ്റു കാര്യങ്ങളൂടെ ഒന്ന് കൺഫേം ചെയ്യേണ്ടതുണ്ട്. ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയെങ്കിൽ നമുക്ക് തൊട്ട് താഴെയായിട്ട് നമുക്ക് നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ്, അതായത് നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നുള്ളത് ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. അനുയോജ്യമായിട്ടുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫയലിംഗ് സെക്ഷൻ ചോദിക്കുന്നുണ്ട്. നമുക്ക് റിട്ടേൺ ബിഫോർ യൂസ് ഡ്യൂ ഡേറ്റ് എന്നുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ 139(1) സെലക്ട് ചെയ്യാം. അപ്പം അതിനുശേഷം കുറേ ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതായത് ഒരു തവണ കൊടുത്തിട്ട് വീണ്ടും കൊടുക്കാനാണെങ്കിൽ റിവൈസ് റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അതെങ്കിൽ നിങ്ങൾ ടൈം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ, നിങ്ങൾക്ക് നോട്ടീസ് വന്നിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ. അപ്പോൾ അതിനുള്ള എല്ലാ ഓപ്ഷൻസും നമുക്കിവിടെ താഴെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ നമുക്ക് പ്രധാനമായിട്ടും ഈ വർഷം വന്നിട്ടുള്ള ഒരു മാറ്റം ഇവിടെയാണ്. ഇവിടെ ഒരു ചോദ്യം കാണിക്കുന്നുണ്ട്, ഡു യു വിഷ് ടു എക്സസൈസ് ദി ഓപ്ഷൻ അണ്ടർ സെക്ഷൻ. ഇപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട് ഓപ്റ്റിംഗ് ഔട്ട് ഓഫ് ന്യൂ റീജിയൻ എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തിനേക്കാളും വ്യത്യസ്തമായി ഈ വർഷം നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് വ്യത്യാസമുണ്ട്. ഓപ്റ്റിംഗ് ഔട്ട് ഓഫ് ന്യൂ റീജിയൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ്, ഇവിടെ നിങ്ങൾ ന്യൂ റീജിയൻ ആണ് ചെയ്തതെങ്കിൽ ഇവിടെ ഒരിക്കൽ കൂടെ പറയാം, നിങ്ങൾ ന്യൂ റീജിയൻ ആണ് ഓപ്റ്റ് ചെയ്തതെങ്കിൽ ഇവിടെ നോ ക്ലിക്ക് ചെയ്യുക.
നിങ്ങൾ ഓൾഡ് റിജീമാണ് സെലക്ട് ചെയ്തതെങ്കിൽ ഇവിടെ യെസ് പറയുക. കഴിഞ്ഞ പ്രാവശ്യം തിരിച്ചായിരുന്നു, ഈ വർഷം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ഓപ്ഷൻ ഡു യു വിഷ് ടു എക്സസൈസ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഓപ്റ്റിംഗ് ഔട്ട് ഓഫ് ന്യൂ ടാക്സ് റിജീൻ ആണ് ചോദ്യം. അപ്പോൾ അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കാതെ പോകരുത്. ഈ പ്രാവശ്യത്തെ ഒരു പ്രധാന വ്യത്യാസമാണ് ഈ ഒരു കാര്യം. അപ്പം നിങ്ങൾ ന്യൂ റീജിയൻ ആണ് സെലക്ട് ചെയ്തതെങ്കിൽ നിങ്ങളിവിടെ നോ ക്ലിക്ക് ചെയ്യുക. ഓൾഡ് റീജിയൻ ആണെങ്കിൽ നിങ്ങളിവിടെ യെസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബാങ്ക് ഡീറ്റെയിൽസ് ആൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം, വാലിഡേറ്റഡ് ആണെങ്കിൽ. ഇല്ലെങ്കിൽ ആഡ് അനദർ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതിനുശേഷം നമുക്കിവിടെ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ കൺഫേംഡ് എന്ന് വന്നിട്ടുണ്ട്. നമ്മളതിന് ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നുള്ള പേജാണ്. നമുക്ക് ഈ ഒരു പേജ് സെലക്ട് ചെയ്ത് ആ ഒരു പേജും കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ടാക്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ കയ്യിൽ വേണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുള്ള ടാക്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതുകൂടാതെ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത 26 AS ഇൻഫർമേഷൻ, ആ ഒരു ഡീറ്റെയിൽസോടെ ഒക്കെ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പേജ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. നമുക്ക് ഈ ഒരു പേജ് ക്ലിക്ക് ചെയ്യാം. നമ്മളിങ്ങനെ ഒരു പേജിലേക്കായിരിക്കും വരിക. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് സെക്ഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ സാലറി, അതായത് നമുക്ക് നേരിട്ടുള്ള കിഴിവുകൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു സെക്ഷൻസൊക്കെ വായിച്ച് നോക്കിയിട്ട് നമുക്കിവിടെ ഇപ്പോൾ ആദ്യത്തെ ചോദ്യം, ആർ യു എലിജിബിലിറ്റി ക്ലെയിം എക്സംഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ട്രാവൽ ട്രാൻസ്ഫർ, അങ്ങനെയൊക്കെയുള്ള ടൂർ ഓർ ട്രാൻസ്ഫർ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും എലിജിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പേജിൽ നിങ്ങൾ യെസ് പറയുക. അപ്പോൾ യെസ് പറയുമ്പോൾ ആ എമൗണ്ട് നിങ്ങളിവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇല്ലെന്നുണ്ടെങ്കിൽ നോ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഓരോ പേജും നിങ്ങൾക്ക് അടുത്ത ചോദ്യം കോമ്പൻസേറ്ററി അലവൻസ് ചിൽഡ്രൻ അങ്ങനെയുള്ള എന്തെങ്കിലും എക്സംഷൻ വരുന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ സാലറിയിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്ന, ഉദാഹരണം ഇപ്പോൾ ഹാൻഡിക്യാപ്ഡ് അലവൻസ് മേടിക്കുന്ന ഒരു എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അലവൻസ് നമുക്ക് ഡയറക്റ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് മേടിക്കുന്ന എംപ്ലോയി ആണെങ്കിൽ അയാളുടെ അത് ഒഴിവാക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കിവിടെ യെസ് കൊടുത്തിട്ട് ആ ഒരു എമൗണ്ട് എത്രയാണ് മേടിച്ചതെന്നുള്ളത് നമുക്ക് ഈ ഒരു സ്പെഷ്യൽ കോമ്പൻസേറ്ററി അലവൻസിൽ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. അപ്പോൾ അതുപോലെ HRA, അപ്പം ഹൗസ് ബിൽഡിംഗ്, അതായത് നമുക്ക് അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്ലെയിം, അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ അത് യെസ്. അപ്പം അങ്ങനെ ഉള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നമുക്കിത് ഈ ഒരു പേജ് നമുക്കിവിടെ കണ്ടിന്യൂ ചെയ്ത് നമുക്കിത് അടുത്ത പേജിലേക്ക് പോകാൻ കഴിയും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി ഇത് വായിച്ച് നോക്കി LTCയുടെ കാര്യം പറയുന്നുണ്ട്. ഇനി അതർ എക്സംഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പറയുകയാണെങ്കിൽ ആ എക്സംഷനിൽ വന്നിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് തൊട്ട് താഴെയായിട്ട് എക്സ്ട്രാ വന്നിട്ടുണ്ടാവും. ആ ഒരു പേജ് നിങ്ങൾ ടിക്ക് ചെയ്ത് നിങ്ങൾക്കിവിടെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതെല്ലാം വായിച്ച് നോക്കി നിങ്ങൾക്ക് എന്തൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കി കറക്റ്റ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാ ഓപ്ഷൻസും നിങ്ങൾ നോ പറഞ്ഞ് ഇത് കണ്ടിന്യൂ പറയുക. നമുക്കെന്തായാലും ഈ ഒരു പേജ് കംപ്ലീറ്റ് ചെയ്ത് കണ്ടിന്യൂ പറയാം. നമ്മളിങ്ങനെ ഒരു പേജിലേക്കായിരിക്കും വരിക. ഇവിടെ നമുക്ക് നമ്മുടെ ആൾറെഡി നമ്മൾ TDS പിടിക്കുന്ന ജീവനക്കാരെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് ഗ്രോസ് സാലറി ഇവിടെ വരുന്നതായിരിക്കും. TDS പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഗ്രോസ് സാലറി കാണില്ല. നമുക്കിവിടെ എഡിറ്റ് പറഞ്ഞിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളിവിടെ എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിതൊന്ന് ക്ലിക്ക് ചെയ്ത് അതൊന്ന് ചെയ്ത് കൊടുക്കാം. അതുകൂടാതെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള, അതായത് നമ്മുടെ അദ്ദേഹത്തിൻ്റെ മറ്റുള്ള വരുമാനങ്ങളൊക്കെ ഇവിടെ നമുക്ക് ആൾറെഡി വന്നിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ടാക്സ് റീഫണ്ട് ചെയ്തതിൻ്റെ ഇൻട്രസ്റ്റ്, അതുപോലെ സേവിങ് ബാങ്കിൽ വന്നിട്ടുള്ള ഇൻട്രസ്റ്റ്, അങ്ങനെയുള്ള എമൗണ്ടുകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്യുക. അതുപോലെ നമുക്കിവിടെ ഇൻകം, ഹൗസിംഗ് ലോൺ എടുത്തിട്ടുള്ള ജീവനക്കാരാണെങ്കിൽ നമുക്കിവിടെ ആഡ് എഡിറ്റ് കൊടുത്തിട്ട് നമുക്കിവിടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പറ്റും. ഹൗസിംഗ് ലോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് ഓക്യുപൈഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് എമൗണ്ട് ഇവിടെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എമൗണ്ട് ചെയ്ത് കൊടുത്ത് നമുക്കിവിടെ ഈ ഒരു പേജും കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാനിവിടെ നമുക്ക് ഇൻകം ഫ്രം സാലറി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് എഡിറ്റ് പറഞ്ഞിട്ട് നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നോക്കി ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പം നമ്മൾ ഈ ഒരു പേജിൽ നിങ്ങളുടെ ഇൻകം ടാക്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുമായി ഒത്തുനോക്കി ആ ഒരു ഫിഗർ, അതായത് നിങ്ങളുടെ ടോട്ടൽ ടാക്സ്, അതായത് നമ്മുടെ ടോട്ടൽ അതായത് വരുമാനമാണ് ആ ഒരു നമ്മുടെ സാലറി ഇനത്തിൽ നമ്മൾ വാങ്ങിയിട്ടുള്ള വരുമാനമാണ് നമ്മളിവിടെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അത് ടാക്സ് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒത്തു നോക്കി നിങ്ങളവിടെ ആ തുക എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾ നേരത്തെ എക്സംപ്റ്റ് ചെയ്തിട്ടുള്ള, നേരത്തെ നമ്മുടെ ഒരു ഭാഗത്ത് എക്സംപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ എമൗണ്ട് ഇവിടെ വരാം. അഡീഷണൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് അനദർ എന്നുള്ള ഓപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ തൊട്ട് താഴെയായിട്ട് നമ്മുടെ നെറ്റ് സാലറി അവിടെ കാണാൻ കഴിയും. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് എക്സംപ്ഷൻ ഉണ്ടെങ്കിൽ, അതായത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ പ്രൊഫഷണൽ ടാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇവിടെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ പ്രൊഫഷണൽ ടാക്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ആ എമൗണ്ട് ഇവിടെ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ഒത്തു നോക്കി ഈ എമൗണ്ട് കറക്റ്റ് ആണ് എന്നുള്ളത് വെരിഫൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രൊഫഷണൽ ടാക്സ് അടയ്ക്കാത്തവരാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി അവിടെ നിങ്ങൾക്ക് 0 കൊടുത്ത് അത് സേവ് പറയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫിഗർ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പോൾ അത് ഇവിടെ നമുക്ക് സേവായിട്ട് വരുന്നതാണ്. ഇവിടെ നമുക്കിവിടെ സേവായിട്ട് വരുന്ന കാണാൻ കഴിയും. അതിനുശേഷം നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ നിങ്ങൾക്ക് നിങ്ങൾ കെട്ടിടം വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന വരുമാനം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ആഡ് എഡിറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇൻകം ടാക്സ്, അതായത് നിങ്ങൾ ഹൗസിംഗ് ലോൺ എടുത്തിട്ടുള്ള ഓപ്ഷൻ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് ഓക്യുപ്പൈഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതല്ലെങ്കിൽ വീട് വാടകയ്ക്ക് എടുത്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ലെറ്റ് ഔട്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഞാനിവിടെ സെൽഫ് ഓക്യുപ്പൈഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. ഒരു ഹൗസ് ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ട് നമുക്കിവിടെ ഈ ഒരു എമൗണ്ട് ആഡ് ചെയ്യാം. ഇവിടെ നിങ്ങൾ മൈനസ് ചിഹ്നം ആഡ് ചെയ്യേണ്ടതില്ല. ടോട്ടൽ എമൗണ്ട് എത്രയാണ് ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഓട്ടോമാറ്റിക്കലി ഇവിടെ മൈനസ് ആയിട്ട് വരുന്ന കാണാൻ പറ്റും. ഇവിടെ ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു എമൗണ്ട് നമുക്കിവിടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ അതിനുശേഷം നമുക്കിവിടെ അഡീഷണലായിട്ട് നമുക്കിവിടെ ഇൻകം ടാക്സിൻ്റെ റീപെയ്ഡ് ആയിട്ട് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ സേവിങ് ബാങ്കിൻ്റെ അക്കൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഞാൻ നേരത്തെ AES എന്നുള്ളൊരു സംഭവം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ആ ഒരു ഡീറ്റെയിൽസ് ഇവിടെ അതിന് നോക്കി അത് കറക്റ്റ് ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ, ഇത് തെറ്റാണോ എന്നുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് അനദർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ ഇതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ മാറ്റം വരുത്താൻ കഴിയും. അതുപോലെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ യെസ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. എന്നിട്ട് അതിനുശേഷം നിങ്ങൾക്ക് കണ്ടിന്യൂ പറയാം, ഇല്ലെന്നുണ്ടെങ്കിൽ ബാക്ക് പറയാം. നമുക്ക് ആ ഒരു പേജിലോട്ട് തന്നെ തിരിച്ചു വരും. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ ആഡ് എക്സംപ്റ്റ് ഇൻകം, അതായത് നമുക്ക് എന്തെങ്കിലും, അതായത് കിട്ടുന്ന വരുമാനം അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ ആഡ് അനദർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നേച്ചർ ഓഫ് എക്സംപ്ഷൻ അഗ്രികൾച്ചർ ഇൻകം അങ്ങനെയൊക്കെയുള്ള നമ്മുടെ DCRG മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും ഇവിടെ കൺഫേം പറയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ AES റിപ്പോർട്ടുമായിട്ട് ഒത്തു നോക്കി നിങ്ങളുടെ എന്തെങ്കിലും സേവിങ് ബാങ്ക് അക്കൗണ്ട് അങ്ങനെയുള്ള ഇൻട്രസ്റ്റുകൾ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അത് കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങളിവിടെ കൺഫേം ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ കൺഫേം ക്ലിക്ക് ചെയ്യുകയാണ്. നമ്മുടെ രണ്ട് ഭാഗം നമുക്കിവിടെ പേഴ്സണൽ ഇൻഫർമേഷനും ഗ്രോസ് ടോട്ടൽ ഇൻകവും നമുക്കിവിടെ കൺഫേംഡ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ടോട്ടൽ ഡിഡക്ഷൻസ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ടോട്ടൽ ഡിഡക്ഷൻസ് എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക. ഇതും നമുക്ക് നമ്മുടെ ടാക്സ് സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് നോക്കി നമുക്കിവിടെ കറക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ഡിഡക്ഷൻസിൻ്റെ പേജിലേക്ക് വന്നു. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നോക്കി ഇതിനകത്ത് സെക്ഷൻ നോക്കിയിട്ട് ഓരോ എൻട്രിയും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്ലെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യെസ് പറഞ്ഞിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ പറഞ്ഞ് മുന്നോട്ട് പോകുക. അപ്പോൾ പിന്നെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടേണ്ട, അത് ഡിഡക്ഷൻസ് വന്ന് നമ്മുടെ
PF അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഉള്ള പാർട്ടിക്ക് ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു പേജിൽ വരിക. അപ്പോൾ ഇത് നോക്കി ഫില്ല് ചെയ്ത് നിങ്ങൾ ഏറ്റവും അടിയിലായിട്ട് നിങ്ങളുടെ എലിജിബിൾ ആയിട്ടുള്ള ക്ലെയിം നോക്കി ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഇവിടെ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം ഈ ഒരു കാര്യമാണ് ഇവിടെ ചെയ്യാനുള്ളത്. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പം നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സെക്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു സെക്ഷൻ നോക്കി ഇപ്പോൾ 80C വരുന്ന സെക്ഷൻ ഏതാണെന്ന് വെച്ചാൽ അത് 80CCD വരുന്നത് എന്താണെന്നുള്ളത്, അത് NPS വിഹിതത്തിൽ വരുന്ന ഏത് ഇതിലാണ് വരുന്നത് എന്നുള്ളത് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്കത് കറക്റ്റായിട്ട് ഈ ഒരു പേജിൽ എൻട്രി ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ 80 TTTA അത് സേവിങ് ബാങ്ക് അക്കൗണ്ടിൻ്റെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് ഓരോന്ന് നോക്കി നമുക്കിത് കണ്ടിന്യൂ യെസ് പറഞ്ഞ് ഏതൊക്കെയാണ് ഡെസിഷൻസ് വരുന്നത് ആ പേജിൽ യെസ് പറയുക, ഇല്ലെന്നുണ്ടെങ്കിൽ നോ ക്ലിക്ക് ചെയ്ത് അത് ആക്റ്റീവ് ചെയ്ത് പോവുക. അതിനുശേഷം യെസ് ഉള്ളത് യെസ് പറയുക. അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് നമുക്കിത് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊന്ന് എൻട്രി ചെയ്തിട്ട് നമുക്കിതൊന്ന് കണ്ടിന്യൂ ചെയ്യാം. നമ്മളിവിടെ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇനി നേരത്തെ നമ്മൾ അവിടെ യെസ് പറഞ്ഞത് ആഡ് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നമുക്കിവിടെ ആഡ് ചെയ്യാനായിട്ട് കഴിയും. അതായത് നമുക്കിവിടെ എൻ്റെ അതർ ക്ലെയിംസ് എന്നുള്ള സെലക്ട് ഇവിടെ നമുക്ക് ഷോ ആൾ ഡിഡക്ഷൻസ് എന്ന് കാണാൻ പറ്റും. അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് നോക്കി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഇത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്താൻ കഴിയും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളുടെ ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ സേവിങ് ബാങ്ക് ഇൻട്രസ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ATTTA ആഡ് ചെയ്ത് നിങ്ങൾക്കിവിടെ ആ എമൗണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. ആ രീതിയിൽ നിങ്ങൾക്ക് ഡിഡക്ഷൻസ് ആയിട്ട് എന്തെങ്കിലും വരാനുണ്ടെങ്കിൽ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കൺഫേം ക്ലിക്ക് ചെയ്യാം. നമുക്കിത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ കൺഫേം ക്ലിക്ക് ചെയ്യാം. മുൻ പേജിൽ നമ്മൾ എഡിറ്റ് പറഞ്ഞിട്ടുള്ള, അതായത് നമ്മൾ ഡിഡക്ഷൻസിന് യെസ് പറഞ്ഞിട്ടുള്ള, എന്നാൽ അവിടെ നമുക്ക് എമൗണ്ട് കൊടുക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് എഡിറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ആഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ 80D ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്ലെയിം ആണ്. മെഡിക്ലെയിം അതുപോലെ സ്റ്റാർ ഹെൽത്ത് ഒക്കെയുള്ള പ്രീമിയം എടുത്തിട്ടുള്ള നമ്മുടെ ടാക്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി എമൗണ്ട് പിടിച്ച എമൗണ്ട് എത്രയാണെന്നുള്ള ഡീറ്റെയിൽസ് ഈ ഒരു പേജിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് എമൗണ്ട് കൊടുത്ത് താഴെ സേവ് പറയാവുന്നതാണ്. അപ്പം ഞാൻ ഈ ഒരു പേജ് കൂടെ കംപ്ലീറ്റ് ചെയ്ത് സേവ് പറയുകയാണ്. ഇപ്പം ആവശ്യമായ ഡീറ്റെയിൽസ് അതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളത് സേവ് പറയാം. ഇപ്പോൾ ഈ എമൗണ്ട് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ടാക്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഒത്തു നോക്കിയിട്ട്, അതായത് ടാക്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾ വന്നിട്ടുള്ള ടോട്ടൽ ഡിഡക്ഷൻസ് ആ എമൗണ്ടും ഇതിൽ വന്നിട്ടുള്ള എമൗണ്ടും ശരിയാണോ എന്ന് ഉറപ്പിച്ചതിന് ശേഷം നിങ്ങളിവിടെ കൺഫേം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായ ഭാഗത്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ 3 ഭാഗം നമ്മൾ ക്ലിയർ ചെയ്തു. ഇനി നമുക്ക് അടുത്ത പേജ് എന്ന് പറയുന്നത് ടാക്സ് പെയ്ഡ് ആണ്. നിങ്ങൾ അടച്ചിട്ടുള്ള ടാക്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ഭാഗത്ത് ചെയ്തത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ടാക്സ് അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ TDS ഫയൽ ഓഫീസിൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് എമൗണ്ട് ഇവിടെ ടാക്സ് പെയ്ഡ് എന്നുള്ള കാലത്തിൽ വരും. അപ്പോൾ ഇവിടെ ഈ ഒരു കോളത്തിൽ നമ്മൾ ടാക്സ് അടയ്ക്കാത്തതുകൊണ്ടാണ് ഇവിടെ 0 കാണിക്കുന്നത്. നമുക്കെന്നാൽ ആ ഒരു പേജ് ഓപ്പൺ ചെയ്ത് കൺഫേം ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഈ ഒരു പേജിലേക്ക് വരുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ടാക്സ് അടച്ചിട്ട കാര്യങ്ങൾ ടാക്സ് അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എമൗണ്ട് കാണിക്കും. അപ്പോൾ ഇത് ഈ ഒരു എംപ്ലോയിക്ക് ടാക്സ് അടയ്ക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നമുക്കിത് കൺഫേം ചെയ്യാം. ടാക്സ് അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെക്ക് ചെയ്ത് ഇത് ചെയ്യാം. ഇപ്പോൾ ആ ഒരു പേജും നിങ്ങൾക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. അതിനുശേഷം അടുത്ത പേജ് ടാക്സ് ലയബിലിറ്റി എന്നുള്ളതാണ്. ടോട്ടൽ ടാക്സ് ലയബിലിറ്റി എന്നുള്ള പേജാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് എക്സസ് ആയിട്ട് ടാക്സ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അധികം ഇനി അടയ്ക്കാനുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാനുള്ള പ്രൊവിഷനുണ്ട്. അതുപോലെ നിങ്ങൾ സാലറിയിൽ നിന്നല്ലാതെ നിങ്ങൾ നേരിട്ട് പൈസ അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെല്ലാൻ വഴി ആഡ് ചെയ്തും ഇതിനകത്ത് തുക ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് ടോട്ടൽ ടാക്സ് ലയബിലിറ്റി എന്നുള്ള പേജ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് നിങ്ങളുടെ ടോട്ടൽ ഗ്രോസ് ഇൻകം, ടോട്ടൽ ഡിഡക്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തൊട്ട് നമുക്ക് ടോട്ടൽ എത്രയാണ് ടാക്സ് വരുന്നത് എന്നുള്ളതുണ്ട്. അതിൻ്റെ റിബേറ്റ് നമുക്ക് 12,000 റിബേറ്റ് ഉണ്ടായതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് 0 എന്നുള്ള ഇത് വരുന്നത്.
അപ്പോൾ അതുകൂടാതെ പിന്നെ നമുക്ക് ഫിൽ 10E ക്ലെയിം, അതായത് 10E വെച്ചിട്ട് ക്ലെയിമുകളെല്ലാം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യാനുള്ള കോളമാണ് റിലീഫ് അണ്ടർ സെക്ഷൻ. അതിനുശേഷം തൊട്ട് താഴെ നമുക്ക് ഇതെല്ലാം വെരിഫൈ ചെയ്ത് ഇതിപ്പം പൈസ അടയ്ക്കാത്തതുകൊണ്ടാണ് 0 കാണിക്കുന്നത്. നമുക്ക് കൺഫേം ക്ലിക്ക് ചെയ്യാം. ഇനി എന്തെങ്കിലും ബാലൻസോ മറ്റു കാര്യങ്ങളോ അടയ്ക്കാനുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പേജിലേക്ക് വന്നേനെ. നമുക്ക് പൈസയൊന്നും മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അടുത്ത പേജിലേക്ക് നമ്മൾ പോകാത്തത്. അപ്പോൾ ആ ഒരു പേജിൽ നമുക്ക് ലയബിലിറ്റി മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമുക്കിനി ടാക്സ് അടയ്ക്കാനുള്ള ഒരാളുടെ കാര്യം നോക്കാം. ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് ടാക്സ് എങ്ങനെ ഇനി ലയബിലിറ്റി ആയിട്ട് വരുവാണെങ്കിൽ എങ്ങനെ ഓൺലൈനായിട്ട് അടയ്ക്കാം, അപ്പോൾ ആ ഒരു കേസ് കൂടെ നോക്കാം. അപ്പോൾ ഇപ്പോൾ ടാക്സ് പെയ്ഡ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ നേരത്തെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ കൺഫേം എല്ലാം ചെയ്തു. അതിനുശേഷം നമ്മൾ ടാക്സ് പെയ്ഡ് എന്നുള്ള കോളം നമ്മൾ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ വന്നിട്ടുള്ള എമൗണ്ട് വന്നിട്ടുണ്ട്, അത് നമ്മൾ കൺഫേം ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ ഇനി ടാക്സ് ലയബിലിറ്റി എന്നുള്ളൊരു കോളത്തിൽ നമ്മൾ നേരത്തെ 0 ആണ് കണ്ടത്. ഇവിടെ നമുക്ക് ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ 75,968 എന്നുള്ള ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കമ്പ്യൂട്ടർ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ ഇൻകം ടാക്സ് സൈറ്റിൽ നിന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ബാലൻസ് ആയിട്ട് നമുക്കിവിടെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ 75,968 എന്ന് കാണുന്നുണ്ട്. നമ്മളിത് കൺഫേം ചെയ്യുന്നു. പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ ടാക്സ് ഇനി ബാലൻസ് ആയിട്ട് 39,970 രൂപ അടയ്ക്കണം എന്നാണ് ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ നിന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ടാക്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുമായിട്ടൊക്കെ നോക്കി ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഓൺലൈനായിട്ട് തന്നെ നമുക്കിപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്കിത് പേ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് ക്ലിക്ക് ചെയ്യാൻ മുന്നോട്ട് പോയിട്ട് നമുക്ക് ഈ പൈസ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ അടയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും വരിക. ഇവിടെ നമ്മൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് പോകുന്നത്. നമുക്കിവിടെ നമുക്ക് നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചോ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് ഈ ഒരു എമൗണ്ട് നമുക്കിവിടെ ഞാനിപ്പോൾ SBI വെച്ചിട്ട് എമൗണ്ട് അടയ്ക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് നമ്മൾ SBIയുടെ ലോഗിൻ പേജിലേക്കായിരിക്കും പോവുക. അപ്പോൾ ഇത് പേ നൗ പറഞ്ഞിട്ട് നമുക്ക് ഇത് എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തുക അതായത് ബാലൻസ് ആയിട്ട് ലയബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അടയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമുക്ക് ബാക്കിലോട്ട് പോവാം. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ഈ ഒരു പേജിൽ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ആൾറെഡി ഇദ്ദേഹം ഇപ്പം നമ്മുടെ ഈ 2024-25 അസസ് ഇയറിലെ ഇത് ഓൺലൈൻ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാർച്ച് 31 ശേഷം അദ്ദേഹത്തിന് നികുതി ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി അദ്ദേഹം നേരിട്ട് ചെല്ലാൻ വഴി ട്രഷറിയിൽ തുക ബാങ്ക് വഴി അടയ്ക്കുകയോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ക്യാഷ് അടയ്ക്കുകയോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് ആഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് നമുക്ക് പൈസ ബാലൻസ് ഉണ്ടെങ്കിൽ നേരിട്ട് ഇതുവഴി അടയ്ക്കാം എന്ന് ഞാൻ പറഞ്ഞു. അത് കൂടാതെ നമുക്ക് അദ്ദേഹം നേരിട്ട് ചെല്ലാൻ അടച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് നേരത്തെ അതായത് ഈ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ജൂലൈ 31 മുമ്പായിട്ട് അദ്ദേഹം നേരിട്ട് ചെല്ലാൻ അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ടാക്സ് പെയ്ഡ് എന്നുള്ള ഓപ്ഷനിലാണ്. നമുക്ക് ടാക്സ് പെയ്ഡ് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഓഫ് ടാക്സ് ഡിഡക്ട്സ് അതർ സാലറി ഇൻകം അതിൻ്റെ ഷോ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സാലറിയുടെ ഏത് ഇതിൽ നിന്നാണ് പിടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. അതിനുശേഷം നിങ്ങൾ നേരിട്ട് അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ടാക്സ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ തൊട്ട് താഴെയായിട്ട് കാണാൻ പറ്റും. അവിടെ ആഡ് അനദർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. ഈ ഒരു പേജിൽ നിങ്ങൾ നേരത്തെ അടച്ചിട്ടുള്ള BSR കോഡ് അതായത് നമ്മുടെ കയ്യിലുണ്ട് ആൾറെഡി. അത് ഡീറ്റെയിൽസ് സെലക്ട് ചെയ്ത് പൈസ ക്യാഷ് അടച്ച ഡേറ്റ് എമൗണ്ട് ഇത്രയും കൊടുത്ത് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എമൗണ്ട് ഇതിനകത്ത് ആഡ് ആവും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ടാക്സ് അടച്ചത് അതായത് നേരിട്ട് നിങ്ങൾ ട്രഷറിയിൽ അല്ലെങ്കിൽ ബാങ്കിൽ അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഓൺലൈനായിട്ട് തന്നെ ITR സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്നാണ് നമ്മളിനി നോക്കുന്നത്. നമുക്കിനി ബാക്ക് പേജിലേക്ക് പോകാം. ഇവിടെ ഡേറ്റാസ് എല്ലാം സേവ്ഡ് ആണ്. നമുക്ക് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ നമുക്ക് നമ്മുടെ റിട്ടേണിൻ്റെ പ്രിവ്യൂ നമുക്കിവിടെ കാണാൻ കഴിയും. പ്രിവ്യൂ റിട്ടേൺ ഡൗൺലോഡ് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും. ഇത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഈ ഡിക്ലറേഷൻ ടിക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് നിങ്ങളുടെ പ്രൊസീഡ് ടു പ്രിവ്യൂ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മുടെ പ്രിവ്യൂ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം. അതിനുശേഷം പ്രൊസീഡ് ടു വാലിഡേഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ വാലിഡേഷൻ സക്സസ്ഫുള്ളി എന്ന് നമുക്ക് മെസ്സേജ് വരും. അതിനുശേഷം പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കുന്നുണ്ട് വെരിഫൈ ആണോ, വെരിഫൈ ലേറ്റർ ആണോ, അതാ വെരിഫൈ നമുക്കിത് നേരിട്ട് അയച്ചു കൊടുക്കാം. അതല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേറ്ററായിട്ടാണെങ്കിൽ 30 ദിവസത്തിനകത്ത് സബ്മിറ്റ് ചെയ്താൽ മതിയാവും. ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാൻ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെരിഫൈ ക്ലിക്ക് ചെയ്ത് അന്നേരം തന്നെ നമുക്കത് OTP വെച്ചിട്ട് വെരിഫൈ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് സൈൻ ചെയ്ത് നിങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്പീഡ് പോസ്റ്റിൽ വിത്തിൻ 30 ഡേയ്സിനകത്ത് ഇത് അയച്ചു കൊടുക്കണം, ഹാർഡ് കോപ്പി അയച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ വെരിഫൈ ചെയ്യുകയാണ്. അതിനുശേഷം കണ്ടിന്യൂ പറയുന്നു. ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, നമ്മൾ ആധാർ OTP ആണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട്, അപ്പം ഞാനിവിടെ വെരിഫൈ ചെയ്യുന്നത് മൊബൈൽ നമ്പരും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തേക്കുന്നതുകൊണ്ട് ആ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എഗ്രി പറഞ്ഞിട്ട് നമുക്ക് ജനറേറ്റ് ആധാർ OTP എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് നമുക്ക് മെസ്സേജ് വരും. നമ്മുടെ മെസ്സേജ് വാലിഡേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ കൺഫേം സബ്മിഷൻ ഓഫ് റിട്ടേൺ, വാലിഡേഷൻ സക്സസ്ഫുൾ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ITR ഫയൽ ചെയ്യേണ്ടത്. നമുക്ക് കുറച്ച് സമയം, കുറച്ച് 10-20 മിനിറ്റ് 25 മിനിറ്റ് മതിയാവും ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഈ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും എറർ ഡിസ്ക്രിപ്ഷൻ വരുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ എറർ വരുന്നുണ്ടാവും. അപ്പോൾ അത് ഒന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആർ സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് കാണിക്കും. അതിനുശേഷം നിങ്ങളുടെ ഡൗൺലോഡ് റിസീറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. ഈ ഒരു സാധനം പിന്നെ നമുക്ക് അയക്കേണ്ടതില്ല, ഹാർഡ് കോപ്പി അയക്കേണ്ടതില്ല, വെരിഫൈഡ് ആണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ITR സ്വന്തമായിട്ട് തന്നെ ഫയൽ ചെയ്യാവുന്നതാണ്.